ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ ഇബ്രാഹിമേ, ഇബ്രാഹിമേ, നീ അല്ലാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളണേ. അസ്ലിം, നീ യഥാർത്ഥ മുസ്ലിം ആവണേ, യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് നീ ഇറങ്ങി നിൽക്കണേ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞ ഏതൊരു വചനമാണോ അതേ വചനം വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ പടച്ച റബ്ബിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. അവനെ ഞാൻ വണങ്ങുകയാണ്, അവനെ ഞാൻ വഴങ്ങുകയാണ്. അവനല്ലാതെ ഒരു ആരാധ്യ പുരുഷൻ എനിക്കില്ല. അവന് വേണ്ടി സർവ്വതും ഞാൻ സമർപ്പിക്കുകയാണ്. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം എന്ന പദം പ്രയോഗിച്ചപ്പോ അതേ പദപ്രയോഗം കണ്ട് തന്നെ പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചതായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇബ്രാഹിമിനെ പോലെയെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ ഇബ്രാഹിമിന്റെ ചര്യ പരിപൂർണമായി അനുധാവനം ചെയ്യണേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് പരിപൂർണമായി പിൻപറ്റണേ. റസൂലേ, ഇബ്രാഹിം നബിയുടെ ചര്യ നിങ്ങൾ അനുധാവനം ചെയ്യണേ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ വ്യക്തിയല്ല. അള്ളാഹു എന്ത് പറഞ്ഞോ അത് പരിപൂർണമായി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ്. സ്വന്തം മകനെയും സ്വന്തം ഭാര്യയെയും കഅബാലയത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വരണേ എന്ന് പടച്ച റബ്ബ് പറഞ്ഞപ്പോ പരിപൂർണമായി ചെയ്തതാകുന്ന മനുഷ്യനാണ്. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ തയ്യാറായ വ്യക്തിയാ. തിരിച്ചു പോകുമ്പോ ഹജറ ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു അമുറുക യാ ഇബ്രാഹിം, എന്നെയും ഈ പിഞ്ചോമന മകനെയും ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടേച്ച് തിരിച്ചു പോകാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ആണോ ഇബ്രാഹിമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ഉമ്മ ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലയാട്ടുകയാണ്. നഅം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തിരിഞ്ഞു നടക്കുകയാണ്. ഉള്ളിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്, വ്യസനമുണ്ട്, ദുഃഖമുത്തിന്റെ ഭാരമുണ്ട്. എല്ലാം നിലനിൽക്കെ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത്, ഒരു മനുഷ്യവാസമില്ലാത്തതാകുന്ന ഭൂമിയിൽ, ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത് ഒരൽപ്പം വെള്ളവും കുറച്ച് കാരക്കയും മാത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നതാകുന്ന ഇബ്രാഹിം ചരിത്ര പുരുഷനല്ലയോ? ലോകത്തിന് മാതൃകയായ വ്യക്തിയല്ലയോ? അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. അണുവിട വ്യതിചലിക്കാതെ സർവ്വമതങ്ങളിൽ നിന്നും മതത്തിന്റെ ആദർശങ്ങളിൽ നിന്നും വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി അടിയുറച്ചു നിന്നതായ ഈ ഇബ്രാഹിമിനെ നിങ്ങൾ പിൻപറ്റണേ റസൂലേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് അനുധാവനം ചെയ്യണേ ഹബീബേ. ഇതൊരു സാധാരണ മനുഷ്യനല്ല. സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോനെ കത്തിവെച്ചുകൊണ്ട് അറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ അതിനും തയ്യാറാകുകയാണ്. ലോകം ഇന്നും അതിനുവിന്റെ വിഷയത്തിൽ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ ഓർത്തുകൊണ്ട് കരയുകയാണ്. എത്ര വലിയതാകുന്ന പടച്ച റബ്ബിനോടുള്ള സമർപ്പണമാണ്, അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളിൽ പെട്ടതായ വ്യക്തിയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ وإنه في الآخرة لمن الصالحين.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ദുനിയാവിലും തിരഞ്ഞെടുത്തതായ വ്യക്തിയാണ്, ആഖിറത്തിലും തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആഖിറത്തിൽ അദ്ദേഹം സാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചപ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബ് എന്ത് പറയുന്നോ അത് പരിപൂർണമായി ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് സാധിക്കുമോ? അങ്ങനെ നമുക്ക് സാധിക്കുമോ? ومن يرغب عن ملة إبراهيم ومن يرغب عن ملة إبراهيم إلا من സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ വിട്ടുകൊണ്ട് ഈ ദുനിയാവിൽ ചിന്തിക്കുന്നവനാരാണ്? ആരാണ് അദ്ദേഹത്തിന്റെ ചര്യ വിട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അവൻ മൂഢനല്ലയോ, അവൻ വിഡ്ഢിയല്ലയോ? അള്ളാഹു ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയല്ലേ ഈ സമൂഹം പിൻപറ്റേണ്ടത്? അദ്ദേഹത്തെ പോലെ സാലിഹാകാൻ വേണ്ടിയല്ലേ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചര്യ വിട്ട് ചിന്തിക്കുന്നവർ അവൻ ഏറ്റവും വലിയ മൂഢനല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തായിരുന്നു? സാലിഹായ വ്യക്തിയായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബക്കറ്റ് വീരൊന്നും കൊണ്ടുവന്നോളേ. എല്ലാവർക്കും അതാണ് ഒരു ക്ഷീണം. അത് എല്ലാവർക്കും എന്തെങ്കിലും ഇട്ടാലേ ഉള്ളൂ അവർക്കൊക്കെ ഒരു ക്ഷീണമുണ്ട്, മുഖത്ത് കണ്ടറിയും. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ലൊരു സദഖ, അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. നല്ല നീയത്തിൽ നമുക്കൊക്കെ സ്വാലിഹാവണം, വേണ്ടേ? അള്ളാഹു നമ്മളെ സ്വാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. നമ്മൾ സ്വാലിഹാവണം, നമ്മുടെ മക്കളും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടണം, നമ്മുടെ ഭാര്യ കുടുംബാദികൾ എല്ലാവരും സ്വാലിഹ്യങ്ങൾ ചേരണം. അതിനുവേണ്ടി നല്ലൊരു നീയത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു സദഖ. അള്ളാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം ആരിനാ വജ്ഹ റസൂലി ആരിനാ വജ്ഹ റസൂലി വഖദീജ വൽ ബാതൂലി വബനി സഹറൽ ഫഹൂലി റബ്ബി ആജിൽ ബിൽ ഇജാബ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ മുറാദുകൾ ഹാസിലാകാൻ ഉപകരിക്കുന്നതായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സദസ്സിലുണ്ട് റബ്ബേ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ കാരണമായി രോഗങ്ങൾ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളേവരെയും സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരിമാരെ, പെൺമക്കളെ, ഞങ്ങളുടെ ഉമ്മമാരെ സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണെന്ന് പഠിച്ചു.
സാലിഹ എന്ന് പഠിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക് എല്ലാവരും, ശ്രദ്ധിക്കുന്നവരൊക്കെ നോക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം വരുന്നുണ്ടോ എന്ന് അറിയാനാണ്. ക്ഷീണമുണ്ടോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കളല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ പഠിപ്പിക്കുകയാണ്. നബിയേ നബിയേ തങ്ങൾ ഇസ്മായിൽ നബിയെ കുറിച്ച് സ്മരിക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്. വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കാതെ പരിപൂർണമായി അത് പൂർത്തീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പെട്ടതായ സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടതായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന റസൂലൻ നബിയ്യാ വകാന റസൂലൻ നബിയ്യാ. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലുമായിരുന്നു, അല്ലാഹുവിന്റെ നബിയുമായിരുന്നു. രണ്ട് പദവികൾ കൂടി കൂട്ടപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. തീർന്നില്ല, അല്ലാഹു വീണ്ടും പറയാൻ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സകാത്ത് കൊടുക്കാനും കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി നിസ്കരിക്കുകയും കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതാകുന്ന അടിമയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന് ഏറ്റവും സംതൃപ്തിപ്പെട്ടതായ അടിമയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സാലിഹായ വ്യക്തിയായിരുന്നു. നിസ്കാരം കൊണ്ട് തന്റെ കുടുംബത്തോട് സദാസമയം കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം, സാലിഹാകണമെങ്കിൽ നിസ്കാരം വേണം, സ്വന്തം കുടുംബത്തോട് എന്തുകൂടി പറയണം? നിസ്കരിക്കാനും കൂടി വാപ്പ വാതുറന്ന് പറയണം. മനസ്സിലായി? റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയാകണോ? എന്ത് വേണം? കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണം. രാവിലെ സുബഹിയുടെ സമയത്ത് മക്കളെ വിളിച്ചുണർത്തുക, ഭാര്യ കടന്നുറങ്ങുമ്പോ വിളിച്ചുണർത്തുക. ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വഅയഖള അഹ്ലഹു فإن أبت نضح في وجهها الماء ورحم الله امرأة قامت في الليل وصلت وأيقظ أهلها فإن أبى نضحت في وجهه الماء. ആദരവായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നതായ ഒരു പുരുഷന് അള്ളാഹു കരുണ ചൊരിയട്ടെ. നിസ്കാരത്തിന് ശേഷം തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ചുണർത്താൻ വേണ്ടി ഭർത്താവ് തുനിയുമ്പോ ആ ഭാര്യ പറയുകയാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ ഇക്കാ, എനിക്കുറക്കം വരുന്നു ഇക്കാ, ഞാൻ രാത്രി ഒരുപാട് ജോലിക്കാലങ്ങൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്, അതുകൊണ്ട് ഒരല്പം കൂടി കിടക്കട്ടെ എന്ന് പറയുമ്പോ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് സ്നേഹത്തിൽ അല്പം വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഭർത്താവിന് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ വസല്ലത് വഅയഖദത് അഹ്ലഹാ. പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാകുന്ന ഒരു സഹോദരിക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ. ഏത് പെണ്ണെന്നറിയുമോ? നിസ്കരിക്കുക മാത്രമല്ല, രാത്രിയിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സുബഹിയുടെ സമയമാകുമ്പോ വിളിച്ചുണർത്തുകയാണ്, വിളിച്ചുണർത്തുകയാണ്. ഇക്കാ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടില്ലേ? ഈ എടക്കരയുടെ മണ്ണിൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള മനുഷ്യരായി അള്ളാഹു നമ്മെ മാറ്റിയില്ലേ? നമ്മുടെ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ സൗഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. അംഗവൈകല്യങ്ങൾ എന്ന പടച്ച റബ്ബ് കാത്തു സംരക്ഷിച്ചില്ലേ? കണ്ണിനുള്ളതാകുന്ന കാഴ്ചശക്തിയും കാതിനുള്ളതാകുന്ന കേൾവി ശക്തിയും നാവിനുള്ള സംസാര വൈഭവം കൈകൾക്കുള്ളതാകുന്ന സ്വാധീന ശക്തിയും എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ അടയാളപ്പെടുത്തിയില്ലേ ഉപ്പാ? അതുകൊണ്ട് എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് പൊന്നുമോളെ നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് പൊന്നുപ്പ, എന്തിനാണ് പൊന്നു ചെറുപ്പക്കാരാ ഭർത്താവെ നീ മടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വിളിച്ചുണർത്തുന്നതാകുന്ന ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ഭാര്യയുണ്ടോ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഉപ്പയെ, സ്വന്തം മക്കളെ വിളിച്ചുണർത്തുന്നതാകുന്ന ഭാര്യയുണ്ടോ? തീർച്ചയായും അള്ളാഹു ആ സ്ത്രീക്ക് കരുണ ചൊരിയട്ടെ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി ദുആ ചെയ്തത് വേറെ ആരുമല്ല, ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണോ? ഈ ദുആ കിട്ടണോ? എന്തുവാണ്? രാവിലെ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം മുഖത്ത്. എന്റെ വാപ്പ ഉസ്താദാണ്. വാപ്പ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ വെള്ളം തെളിച്ചിരുന്നപ്പോ നമ്മൾ ഓർത്തല്ല ഇതെന്താ പരിപാടി. അപ്പൊ ഇന്നിപ്പോ ഹദീസുകൾ മനസ്സിലായപ്പോഴാണ് ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാന്ന് മനസ്സിലായത്. പണ്ടിങ്ങനെ വെള്ളം കോരി ഒഴിക്കുമ്പോ നമുക്കന്ന് ദേഷ്യാണ്. ചെറിയ പ്രായമല്ലോ, വരില്ലല്ലോ. നമ്മളോർക്ക് ഈ വെള്ളം കോരി ഒഴിക്കുന്നതിന്റെ കാര്യം എന്താണ്? ബക്കറ്റ് ആണെങ്കിലും വെള്ളം കൊണ്ട് തലവഴി ഒഴിക്കല്ല. എന്നാ പിന്നെ അന്ന് തലാക്ക് കിടക്കും. അല്ലാഹു ആക്കട്ടെ. തലവഴിയെ വെള്ളം ഉസ്താദ് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കണോ? കിട്ടിയ ചാൻസ് ഉണ്ട്. രാവിലെ തന്നെ 3 കുടം വെള്ളം. ചേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുബൈ നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, രാവിലെ എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിച്ചേക്കും. ഉസ്താദ് പറഞ്ഞ അതുകൊണ്ട് ഇതിന് വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ലഹ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ സ്വല്പം ഇങ്ങനെ തളിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്. വെള്ളം മുഖത്തോട്ട് വീഴുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് വെള്ളം വീഴും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ തെളിച്ചിട്ടുണ്ടോ? വാപ്പ ആരെങ്കിലും ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കുക. വെള്ളം ആരെങ്കിലും അവിടെ ഒരാൾ, 2, 3, 4, 5 ഉണ്ട്. അവരൊക്കെ ഇതുപോലെ ഈ ഹദീസ് വെച്ച് അമല് ചെയ്തവരാ. വെള്ളം അല്പം ഇങ്ങനെ തളിക്കുക. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്. എഴുന്നേക്കും നമ്മൾ. ഈ ഹദീസ് കൂടി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ വാപ്പ ഇന്ന കാര്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉമ്മ ഈ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അവർക്ക് ആ കൂലിയും കിട്ടുകയാണ്. ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തത് കരുണയ്ക്ക് വേണ്ടി. കാരുണ്യം അള്ളാഹു ചൊരിയട്ടെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ തലമുറകളൊക്കെ ഇന്ന് അങ്ങനെ ഉണ്ടോ? ചിന്തിക്കും. നിസ്കരിക്കാൻ വേണ്ടി മക്കളെ എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? വിളിക്കുന്നവരുണ്ടോ? വിളിച്ചാൽ തന്നെ മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുന്നവരുണ്ടോ? അവൽ വക്കത്ത് സുബൈക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? റമദാനിൽ വിളിക്കും. എന്തിനാ? അത്താഴം കഴിക്കാൻ വിളിക്കുമ്പോ കറക്റ്റ് എഴുന്നേക്കും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലാന്ന് പറയുമ്പോ തിരിഞ്ഞടക്കുക. അല്ലേ? നല്ല ഫുഡുണ്ട്, റാഹത്തുണ്ടെന്ന്. ഫുഡുണ്ടെന്ന് പറയുമ്പോ എഴുന്നേറ്റ് വരും. നല്ല കുഴിമന്തി ഉണ്ട്, നെഹ്ദി മന്തി. അല്ലാ, എന്നപ്പോ ചാടി എഴുന്നേറ്റ് തന്നെ അത് കഴിച്ചിട്ട് നടക്കാം. നിസ്കാരമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശരിയല്ലേ?
എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഒരല്പമെങ്കിലും കഴിക്കാം, മടിച്ചിട്ടാണെങ്കിലും വന്ന് കഴിക്കും. നിസ്കാരത്തിന് പിറകോട്ട് അങ്ങനെ ആകാൻ പാടില്ല. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്ന വ്യക്തിയെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനാകുള്ളൂ, മർളിയായ വ്യക്തിയാകുള്ളൂ. وَكَانَ يَأْمُرُ أَهْلَهُ بِالصَّلَاةِ وَالزَّكَاةِ وَكَانَ عِندَ رَبِّهِ മർളിയാ. റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയായി ആര് മാറി? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പ്രവാചകന്മാരുടെ നീണ്ട നിര തന്നെ ഉണ്ട്. സാലിഹീങ്ങളാന്ന് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് സമയമില്ല. ആയത്തുകൾ ഇഷ്ടം പോലെയാണ്. ഇതാ ഒരു ആയത്തുകൂടി കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِّنَ الصَّالِحِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എന്താണ്? കുല്ലും മിനസ് സ്വാലിഹീൻ. ഇവരൊക്കെ ആരാണ്? സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ ഏകദേശമൊക്കെ പ്രവാചകന്മാരെ പറയാം. 25 പേരെയാ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ സ്വാലിഹീങ്ങളാണെന്ന് ഖുർആനിലുണ്ട്. وزكريا ويحيى وعيسى وإلياس كل من الصالحين. സക്കരിയാ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ടതാകുന്ന ഇല്യാസ് നബി അലൈഹിസ്സലാമെല്ലാം അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ അൻആം. ഇനി സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വേറെ ചില പ്രവാചകന്മാർ. وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൽ അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം അവർ ക്ഷമാശീലന്മാരാണ്. അവർ തീർച്ചയായും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. وأدخلناهم في رحمتنا إنهم من الصالحين. അവരൊക്കെ നമ്മുടെ സച്ചരിതരായ സാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. സൂറത്തുൽ അംബിയായിൽ തന്നെ മറ്റൊരായത്ത് വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്, നാം അദ്ദേഹത്തിന് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നഹു മിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. തീരൂല. എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ടുണ്ട്. 25 പേരെയാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. എല്ലാവരും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ വമിനസ് സാലിഹീൻ. ജനങ്ങളോട് തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവനാണ്, സാലിഹായ മനുഷ്യനാണ്.
ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്. മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. സൂറത്തുൽ ഖലം ഒന്ന് പരിശോധിക്കണേ, ഖുർആനാണ്. ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതാകുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ഇന്നഹു മിനസ്സാലിഹീൻ, അദ്ദേഹം സാലിഹായ വ്യക്തിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ മനുഷ്യനാണ്.